മീലി മെഷീൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് എ മീലി മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസസ് ദ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എനി ബൈനറി ഇൻപുട്ട് സ്ട്രിങ്. നമ്മൾ ഒരു ബൈനറി സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻപുട്ട് ആൽഫബറ്റ് എന്താണ്? സിഗ്മ 0,1 ആണ്. അപ്പം 0യും 1ഉം വെച്ചുള്ള ഒരു സ്ട്രിങ്, ബൈനറി സ്ട്രിങ്ങിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീലി മെഷീൻ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റിനെ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഔട്ട്പുട്ട് ആൽഫബറ്റും എന്താണ്? 0യും 1ഉം തന്നെയാണ്. നമ്മൾ 1 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഔട്ട്പുട്ട് എന്തായിരിക്കണം ജനറേറ്റ് ചെയ്യേണ്ടത്? 0 1 എന്നായിരിക്കണം. വൺസ് കോംപ്ലിമെൻറ്റ്. അപ്പം നമുക്ക് നമുക്ക് 0യും 1ഉം വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഇതാണ് ഏറ്റവും മിനിമം ലെങ്ത് ഉള്ളൊരു സ്ട്രിങ്. അപ്പോൾ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ 0 ഇൻപുട്ടായിട്ട് കൊടുത്താൽ 1 ജനറേറ്റ് ചെയ്യണം. 1 ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ മെഷീനിൽ 0 ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുക. ഔട്ട്പുട്ട് എന്തായിരിക്കണം? 1 ആയിരിക്കണം. എത്ര 0 റീഡ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റേറ്റിന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സെയിം സ്റ്റേറ്റിൽ തന്നെ തുടരുക. ഓരോ 0 റീഡ് ചെയ്യുമ്പോഴും 1 ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യുക. ഇനി എത്ര 1 റീഡ് ചെയ്ത് കഴിഞ്ഞാലും 0 ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യുക. ആ സെയിം സ്റ്റേറ്റിൽ തന്നെ തുടരുക. ഓരോ 1 റീഡ് ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. നമുക്കൊരു സ്ട്രിങ് കൊടുത്ത് നോക്കാം. 1 1 0 0. ഇനിഷ്യൽ സ്റ്റേറ്റിലായിരിക്കും മെഷീൻ പ്രോസസ്സിങ് തുടങ്ങുന്നത്. ആദ്യത്തെ 1 റീഡ് ചെയ്യും. Q0യിലായിരിക്കും. ഇനിഷ്യൽ സ്റ്റേറ്റിലായിരിക്കും പ്രോസസ്സിങ് തുടങ്ങുന്നത്. ആദ്യത്തെ 1 റീഡ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന് ചേഞ്ച് ഒന്നുമില്ല. Q0യിൽ തന്നെ ഔട്ട്പുട്ട് എന്താണ്? 0. അടുത്ത 1 റീഡ് ചെയ്യുമ്പോൾ വീണ്ടും Q0യിൽ തന്നെ ഔട്ട്പുട്ട് എന്താണ്? 0. അടുത്ത 0 റീഡ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന് ചേഞ്ച് ഇല്ല. Q0യിൽ തന്നെ ഔട്ട്പുട്ട് എന്താണ്? 1. ലാസ്റ്റ് 0 റീഡ് ചെയ്യുമ്പോൾ Q0യിൽ തന്നെ ഔട്ട്പുട്ട് എന്താണ്? 1. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? 0 0 1 1. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റാണ് നമുക്ക് കിട്ടിയത്. ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഇതാണ്. രണ്ടാമതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസ്ട്രക്ട് എ മീലി മെഷീൻ ദാറ്റ് പ്രിൻറ്റ്സ് ആൽഫബറ്റ് A whenever the sequence 0 1 is encountered in any input binary string. അതായത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത് ഒരു ബൈനറി സ്ട്രിങ് ആണ്. ബൈനറി സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് ആൽഫബറ്റ് സിഗ്മ എന്ന് പറയുന്നത് 0യും 1ഉം ആയിരിക്കും. അപ്പം ആ ബൈനറി സ്ട്രിങ്ങിൽ എവിടെയെങ്കിലും 0 1 എന്ന് പറയുന്ന ഒരു സീക്വൻസിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സീക്വൻസ് കണ്ടാൽ അപ്പോൾ എന്ത് ചെയ്യണം? A എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ ജനറേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് ആൽഫബറ്റ് എന്താണ്? എന്തായാലും A വേണം. ഇനി 0 1 എന്ന് പറയുന്ന സീക്വൻസിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സീക്വൻസ് ഒക്കർ ചെയ്യുമ്പോൾ A എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ ജനറേറ്റ് ചെയ്യണം, A പ്രിൻ്റ് ചെയ്യണം. അങ്ങനെ അല്ലാത്ത ഈ സീക്വൻസ് അല്ലാത്ത ഇൻപുട്സിനെ എല്ലാം റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ B നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ആൽഫബറ്റ് എന്ന് പറയുന്നത് A, B ആയിരുന്നു. അപ്പോൾ ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ, സിമ്പിളായിട്ട് ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു DFA വരയ്ക്കുക. അപ്പം DFA വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 0 1 എന്ന് പറയുന്ന ആ ഒരു സബ്സ്ട്രിങ്ങിൽ എൻഡ് ചെയ്യുന്ന ഒരു DFA എൻഡിങ് വിത്ത് 0 1. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? Q0 നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്, 0 റീഡ് ചെയ്യുമ്പം
Q1 പോകുന്നു. 1 റീഡ് ചെയ്യുമ്പോൾ Q2 പോകുന്നു. തീർന്നിട്ടില്ല. ഇപ്പം 0, 1 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്, അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണെന്ന് ഇരിക്കട്ടെ. അക്സെപ്റ്റ് ചെയ്യണം. Q0 1 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. തുടക്കത്തിൽ എത്ര 1 ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ലാസ്റ്റ് എൻഡിങ് വിത്ത് 0, 1 ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി Q1 1 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ Q2 പോകാം. Q1 0 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ സ്കെലിറ്റൻ DFAയുടെ ഈ പാത്ത് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 0 റീഡ് ചെയ്യുമ്പോഴാണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും Q1 എത്തുന്നത്. ഇനി ഒരു 0 കൂടെ റീഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പാറ്റേണിന് പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു 1 കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാറ്റേൺ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പം എത്ര 0 ഇനി ഇവിടെ റീഡ് ചെയ്ത് കഴിഞ്ഞാലും Q1 തന്നെ കണ്ടിന്യൂ ചെയ്യാം. Q2 നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 0 ഒരു 1 റീഡ് ചെയ്തിട്ടാണ് Q2 എത്തിയത്. ഇനി Q2 നമ്മൾ ഒരു 0 കൂടെ റീഡ് ചെയ്തു. അപ്പോൾ എന്തായി? നമ്മുടെ പാറ്റേൺ തെറ്റി. എൻഡിങ് വിത്ത് 0, 1. ലാസ്റ്റ് 2 സിമ്പിൾസ് 0, 1 പകരം ഇപ്പോൾ 1, 0 ആയി. അപ്പോൾ നമ്മുടെ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇനി ഒരു 1 കൂടെ വേണം. ആ 1 എവിടെ ഉണ്ട്? ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഒരു 0 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരിക. അപ്പം 0, ഇനി ഒരു 1 കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പാറ്റേൺ ആക്സെപ്റ്റ് ചെയ്യും. ഇനി ഇവിടെ ഒരു നമ്മൾ 0, 1 റീഡ് ചെയ്ത് ഇവിടെ എത്തി. ഇനി ഒരു 1 ആണ് റീഡ് ചെയ്യുന്നതെങ്കിലോ അപ്പോഴും നമ്മുടെ പാറ്റേൺ തെറ്റി. ഇനി നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇനി ഒരു 0 വേണം, ഒരു 1 വേണം. എന്നാലേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. 0, 1 എവിടെയുണ്ട്? ഇവിടെയുണ്ട്. 0, 1. അപ്പോൾ ഇനി 1 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? Q0. Q0 എത്തി. ഇനി ഒരു 0 ഇനി ഒരു 1 കൂടെ റീഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ DFA എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഇൻപുട്ടിൻ്റെയും ഓരോ ട്രാൻസിഷൻ വരച്ചു. ഇനി മീലി മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് വേണ്ട. ഇനി എന്താ ചെയ്യേണ്ടത്? 0, 1 എപ്പോഴൊക്കെ എൻകൗണ്ടർ ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം നമുക്കൊരു A പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. 0, 1 എവിടെ? ഇതേ ഈ 0, 1. അപ്പം 0, 1 എപ്പോൾ റീഡ് ചെയ്യണോ? ഒരു 0 റീഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഇനി ഒരു 1 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ A പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. തുടക്കത്തിൽ എത്ര 1 റീഡ് ചെയ്ത് കഴിഞ്ഞാലും A പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഔട്ട്പുട്ടായ B പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. ഒരു 0 മാത്രം റീഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പാറ്റേൺ ആയില്ല. B പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. ഔട്ട്പുട്ട് B. ഇനി വീണ്ടും എത്ര 0 തന്നെ റീഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ഔട്ട്പുട്ട് B തന്നെ. 0യ്ക്ക് ശേഷം ഒരു 1 റീഡ് ചെയ്യുമ്പോൾ മാത്രം ഔട്ട്പുട്ട് A. വീണ്ടും ഒരു 0 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് B. 0, 1. അതിനുശേഷം വീണ്ടും ഒരു 1 ആണ് റീഡ് ചെയ്യുന്നതെങ്കിലും ഔട്ട്പുട്ട് B. എപ്പോഴാണോ ഒരു 0 ഒരു 1 റീഡ് ചെയ്യുന്നത് അപ്പോൾ മാത്രം ഔട്ട്പുട്ട് A. നമുക്ക് ഒരു സ്ട്രിങ് കൊടുത്ത് ചെക്ക് ചെയ്യാം. 0, 0, 1, 0, 1. Q0 തുടങ്ങുന്നത്. ഇനിഷ്യൽ സ്റ്റേറ്റിൽ ആദ്യത്തെ 0 റീഡ് ചെയ്യുമ്പോൾ Q1 പോകുന്നു. Q1 പോകുന്നു. ഔട്ട്പുട്ട് B. രണ്ടാമത്തെ 0 റീഡ് ചെയ്യുമ്പോൾ Q1 തന്നെ തുടരുന്നു. ഔട്ട്പുട്ട് B. 1 റീഡ് ചെയ്യുമ്പോൾ Q1 നിന്നും Q2 പോകുന്നു. ഔട്ട്പുട്ട് A. Q2 A. അടുത്ത 0 റീഡ് ചെയ്യുമ്പം Q1 പോകുന്നു. ഔട്ട്പുട്ട് B. ലാസ്റ്റ് 1 റീഡ് ചെയ്യുമ്പം Q1 നിന്നും Q2 പോകുന്നു. ഔട്ട്പുട്ട് A. Q2 പോകുന്നു. ഔട്ട്പുട്ട് A. നമുക്ക് കിട്ടിയത് B, B, A, B, A. നമ്മുടെ ആദ്യത്തെ 0, 1 റീഡ് ചെയ്തപ്പോൾ ഒരു A പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. രണ്ടാമത്തെ 0, 1 റീഡ് ചെയ്തപ്പോൾ ഒരു A പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മുടെ സ്ട്രിങ്ങിനകത്ത് 0, 1 എന്ന് പറയുന്ന സീക്വൻസ് എത്ര തവണ ഒക്കർ ചെയ്തു? 2 തവണ.
ഇനി വേറെ ഒരു സ്ട്രിങ് കൊടുത്ത് നോക്കാം. 1 0 0 0. Q0യിൽ തുടങ്ങുന്നു. ആദ്യത്തെ ഇൻപുട്ട് 1 റീഡ് ചെയ്യുന്നു. എങ്ങോട്ട് പോകുന്നു? Q0യിൽ തന്നെ തുടരുന്നു. ഔട്ട്പുട്ട് ബി. അടുത്ത 0 റീഡ് ചെയ്യുന്നു. Q1ലേക്ക് പോകുന്നു. ഔട്ട്പുട്ട് ബി. അടുത്ത 0 റീഡ് ചെയ്യുന്നു. Q1ൽ തന്നെ തുടരുന്നു. ഔട്ട്പുട്ട് ബി. ലാസ്റ്റ് 0 റീഡ് ചെയ്യുന്നു. Q1ൽ തന്നെ തുടരുന്നു. ഔട്ട്പുട്ട് ബി. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? ബി 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 ബി. അപ്പം 0 1 എന്ന് പറയുന്ന ഒരു പാറ്റേൺ നമ്മുടെ സ്ട്രിങ്ങിലില്ല. അതുകൊണ്ട് തന്നെ എ പ്രിൻ്റ് ചെയ്യിപ്പിച്ചില്ല.